السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. مدد رياض الصالحين. ബാബുൽ അംരി ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ. നൽകാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കുക, തെറ്റായ കാര്യങ്ങളെ വിരോധിക്കുക എന്ന വിഷയത്തോട് അതിൽ ഒലിമ്പാമത്തെ ഹദീസായിട്ട് ഇണ്ട് വിവരിക്കൊണ്ട് റിയാദു സ്വാലിഹിന്റെ 192 ഹദീസ്. ഈ ഹദീസ് ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് അധികാരത്തിൽ എത്തിയപ്പോൾ ആ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിനെ മുട്ട ആയിദ് ഇബ്നു അംർ റളിയല്ലാഹു എന്ന സ്വഹാബി പോയിട്ട് ആ സ്വഹാബി പോയിട്ട് ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് റട്ടുക അയാള് ചൊന്നു കൊടുത്തു, നിങ്ങൾ അധികാരത്തിലേറിയാണ്, അതുകൊണ്ട് മനുഷ്യന്മാരൊട്ടിക നല്ല നിലക്ക് പെരുമാറവും കൃപയോട് കൂടെ മനുഷ്യന്മാരൊട്ടിക പെരുമാറണം. അതായിട്ട് ഏറ്റവും നല്ലത്. അല്ല മനുഷ്യന്മാരെ പേടിപ്പാട്ടി അങ്ങനെ അടിച്ച് ഒതുക്കേ കണ്ടെങ്കിൽ അങ്ങ ഏറ്റവും ഷറാങ്ങ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നത് എന്ന് ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് മഹാനായ ആയിദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ചൊന്നപ്പം ആയിദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ചൊല്ല്, നിങ്ങൾ ആ കൂട്ടത്തിൽ പെടണ്ട, നിങ്ങൾ നല്ല അധികാരിയാകണം എന്ന നസിയത്തായിട്ട് ചൊന്നോട്ടെ. അപ്പൊ അയാൾ ചൊല്ലേ, ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് ചൊല്ലേ, നിങ്ങൾ ദൈക്കോറോടെ നിങ്ങൾ നബിയുടെ സ്വഹാബാക്കളിൽ വലിയ സ്ഥാനം ഇന്നാലെന്തും അല്ല, അതിലെ ചവറുങ്ങ, അതായത് നബിയുടെ സ്വഹാബാക്കളിൽ നിന്ന് നിങ്ങൾ വലിയൊരു സ്ഥാനം ഇന്നാലെന്തും അല്ല. അതുപോലെ ഇതിൽ ഉപയോഗാക്കിയ പദം ഇൻഷാ അല്ലാഹ് ഹദീസിനാണ് വിവരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ വലിയ അധികാരമുള്ള അല്ലെ നബിയുടെ സ്വഹാബാക്കളിൽ പറ്റ വലിയ സ്ഥാനം ഇന്നാലെന്തും അല്ല. അതിൽ ചൊല്ലിയ പദം എന്തിരുന്നെങ്കിൽ ഞങ്ങൾ ഈ അരിച്ചേറല്ലേ, അരിച്ചേറിട്ടുണ്ട് തടുപ്പലിട്ടിട്ട് അച്ചേര് എന്തെങ്കിൽ അതിൽ ഈ ബെട ഇതായത് എന്ത് പൊട്ടിക്കിട് അതിക്കെന്തൊരു ചോറ് പേര് ചൊല്ലാറ്. അപ്പൊ അതിൽ ചേരിട്ട് അത് അപ്പൊ ദൂറാക്കിയിട്ട് നല്ലത് എടുക്കുക ആയിട്ടിക്കിട് ഈ തടുപ്പ് ഇങ്ങനെ അരിച്ചേരൊക്കെ ഉപയോഗമാക്കല് അല്ലെ. അപ്പൊ അതിലിങ്ങനെ ചേരിട്ട് അതിലെ നൂക്കല്ല ദൂരെ പോയിട്ട് ചേരിട്ട് നല്ലത് ഇപ്പുറം എടുത്തിട്ട് ആ നൂക്കത്തെ എടുത്ത് പുറത്ത് വലിച്ചതാണ്. അപ്പൊ ഈ അരിയുടെ കൂട്ടത്തിൽ നിന്ന് ഈ പൊട്ടായിട്ട്, അതായത് വലിയൊരു ഇതൊന്നും ഇല്ല, അതിനെ ഇതാക്കില്ല. അപ്പൊ ഇതിൽ ഈ തടുപ്പിൽ ചേരിട്ടായിട്ട് അതിനെ വേർതിരിക്കല് വേറെ വേറെ ആക്കണേ. പല കാലത്തിലുള്ള കണ്ട ഇതിന്റെ ഭാര്യക്കൊരടിയത് ഇങ്ങനെ തടുപ്പിലിട്ട് ചേരുന്നത്. അപ്പൊ അതിലുള്ള ഈ നൂക്കണ്ടല്ലേ അതൊക്കെ ചൊല്ല. അപ്പൊ നിങ്ങൾ അതിൽപ്പെട്ട ആള് ചൊല്ലിയത്, അതായത് നബിയുടെ സ്വഹാബാക്കളിൽ നിന്ന് വലിയ സ്ഥാനം നാളെന്നല്ല, നിങ്ങൾ അതിൽപ്പെട്ട ഒരു ലാസ്റ്റ് ലെവലിലേക്ക്. അപ്പൊ ആയിദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ചൊല്ല്, അണ്ടല്ല തടുപ്പ് എന്താ അച്ഛനത്ര കണ്ടു പൊട്ടില്ല. നബിയുടെ സ്വഹാബാക്കൾ എല്ലാവരും നല്ല നല്ല ആൾമാർ വലിയ വലിയ സ്ഥാനത്തെത്തിയങ്ങ അവിടെ ബെടക്കും ചൊന്നിട്ടില്ല എന്ന് മഹാനായ ആയിദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ചൊല്ല്. അണ്ട് തടുപ്പ് ഇങ്ങനെ ചേരേണ്ട ആവശ്യമില്ല, എല്ലാം ഒറിജിനൽ ആയിട്ടിട്ട്. അപ്പോ അതൊക്കെ ഈ തടുപ്പ് ചേരിട്ട് നല്ലത് വേറെ പൊട്ടു വേറെ ആക്കുക വന്നത് പിന്നെ നബിയുടെ സ്വഹാബാക്കളെ കാലത്തിൽ പിന്നെ ആ സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ അങ്ങനത്തതൊന്നും ഇല്ല എന്ന് മഹാനായ ആയിദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അയാൾക്ക് ചൊന്നു കൊടുക്കുന്നു. എന്താ ഹദീസ് ഒന്ന് നമുക്ക് നോക്കാം. അത്താസിഉ അൻ അബി സഈദ് അൽ ഹസൻ അൽ ബസരി റളിയല്ലാഹു അൻഹു. അബൂ സഈദ് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ചൊല്ലെ, അന്ന ആയിദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു, ആയിദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി ദഖല അല ഉബൈദുല്ലാഹി ഇബ്നു സിയാദ്, ഉബൈദുല്ലാഹി ഇബ്നു സിയാദിനെ മുട്ട പോയിട്ട് അധികാരത്തേറി ഇപ്പറ വന്നപ്പം ഫഖാല പോയിട്ട് ചെന്ന്, ഐ ബനയ്യ, ഏ മോനെ. ഈ ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് ചെറിയ വയസ്സ്, ആ സ്വഹാബി ഒന്നും അല്ല. ഇന്നി സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, പോയി ചൊല്ലേ, ನಾನು നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലത് കേട്ടേ, ഇന്ന ശർറ റിയായി അൽ ഖുതമത്തു. ഈ പദത്തെ അർത്ഥ ആട് റിയായി ചൊല്ലിയ ആടിനെ മേയ്ക്കലങ്ങാണ്ട്. ആടിനെ മേയ്ക്കിടങ്ങളിൽ വെച്ച് ഏറ്റവും ഷറായെന്ന് ചൊല്ലിങ്കിൽ അതിൽ ഒട്രാസി അടിച്ച് ആ മൃഗങ്ങളെ കഷ്ടം പുറത്തിരവണ് ഇന്നത്തെ നേരർത്ഥം. ഇവിടെ ഉദ്ദേശിച്ചത് അധികാരികളിൽ വെച്ച് ഏറ്റവും ഷറായങ്ങ അൽ ഹുതമത്ത്, ഹുതമത്തിന്റെ അർത്ഥം പൊടിപ്പൊടിയാക്കിടങ്ങ എന്നായിട്ട് പദത്തർത്ഥം.
ഉദ്ദേശം മനുഷ്യന്മാരെ കഷ്ടം വരുത്തുക. അപ്പൊ രാജാക്കന്മാരിൽ മനുഷ്യ അതായത് അധികാരത്തിലേറിയവനക്ക് ആടിനെ മേയ്ക്കണമെന്ന് ചൊന്നെങ്കിൽ ഈ ആടിനെ നിയന്ത്രിക്കടേ ചൊല്ലത് ഭയങ്കര കഷ്ടമുള്ള സാറായിട്ടിക്കേ. അപ്പൊ ആടിനെ മേയ്ക്കല് അപ്പൊ മനുഷ്യന്മാരെ മേയ്ക്കലാങ്ങായിട്ടിക്കല്. അപ്പൊ മനുഷ്യന്മാരെ നിയന്ത്രിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഷർറായ ആറെന്ന് ചൊന്നെങ്കിൽ മനുഷ്യന്മാരൊട്ടുക്ക് കൃപയില്ലാണ്ട് പെരുമാറുടെ, അതായത് ഹുതമത്ത് എന്ന് ചൊന്നെങ്കിൽ അങ്ങനെ പൊടിയാക്കിടങ്ങ എന്നതിനർത്ഥം അങ്ങനെ ഇടങ്ങേറാക്കിടങ്ങ എന്നായിട്ട് ഉദ്ദേശം. അപ്പൊ ഇയാൾ ചൊല്ല നീന് ആ കൂട്ടത്തിൽ നീ പെടണ്ട. ഫഖാലലഹു അപ്പൊ ഈ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് ഇയാളൊട്ടുക്ക് ചൊല്ലേ ആരട്ടി ആയിദബ്നു അംർ റളിയല്ലാഹു അൻഹു ചൊല്ലേ ഇജ്ലിസ് നിങ്ങൾ എന്തിരിക്കോ ഫൈനമ അന്ത നിശ്ചയമായിട്ട് നിങ്ങൾ മിൻ നുഖാലത്തി അസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കളിൽപ്പെട്ട നുഖാലയായിട്ടിരിക്കുക. നുഖാല എന്നാണ് പഠിച്ചതല്ലേ, ഇങ്ങനെ ചേറും അരി ചേരിട്ട് അതിൽ നൂക്കത്തെ ബേറാക്കിട്ട് അല്ലെ എത്തിട്ട് അത് ചോറ് കിടില്ലേ. അപ്പൊ അതായത് അതിൽ വലിയ സ്ഥാനമുള്ള ആളെന്തോ അല്ല, നബിയുടെ സ്വഹാബാക്കൾ വെച്ച് ഏറ്റവും വലിയ സ്ഥാനത്തിൽ നിന്ന് ആളെന്തോ അല്ല നിങ്ങൾ എന്നായിട്ട് ഫഖാല. അപ്പൊ ആയിദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ചൊല്ലുക വഹൽ കാനത് ലഹും നുഖാലത്തുൻ അങ്ങനെ നബിയുടെ സ്വഹാബാക്കൾക്ക് നുഖാല എന്താ? അണ്ടത്തെ കാലത്ത് നൂക്കാൻ ചൊന്നിട്ടില്ല. നൂക്കാൻ ചൊന്നി ഇത് അരയിൽ നിന്നുള്ള ഈ പൊട്ടുണ്ടല്ലോ, അത് അങ്ങനത്തെ ഒന്നില്ല. തടുപ്പിൽ ചേരിട്ട് നല്ലത് വേറെ ബെടക്ക് വേറെ ആക്കണ്ടില്ല. ഇന്നമാക്കാനത്ത് നുഖാലത്തു ബാധവും ഒഫീറൈരിയും. ഈ നുഖാല ഉണ്ടായത് നബിയുടെ സ്വഹാബാക്കളിൽ പിന്നെയും സ്വഹാബാക്കളെ കാലത്തിൽ പിന്നെയുള്ള ആൾമാരിലും അങ്ങനെ കാലഘട്ടത്തിൽ പിന്നെയുമായിട്ടിക്കട് അങ്ങനെ കാലഘട്ടത്തിൽ പിന്നെയും അല്ലാത്തങ്ങളിലായിട്ടിക്കട് നുഖാലല്ലേ. നുഖാല നിങ്ങളെതിരുള്ളേ അങ്ങനെ നബിയുടെ സ്വഹാബാക്കളായിട്ടിക്ക래. നബിയുടെ സ്വഹാബാക്കല്ല അങ്ങനത്തെ ഒരു പൊട്ടില്ല. കാരണം അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദീൻ പഠിപ്പാട്ടുകേനായി നബിക്ക് സെലക്ട് ചെയ്ത് കൊടുത്തത് നല്ല നല്ല ആൾമാറായിട്ടിക്ക래. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിൽ ചൊന്നത് അസ്ഹാബി കന്നുജും, നന്റെ സ്വഹാബാക്കൾ നക്ഷത്രങ്ങളെ പോലെ. ഏത് സഹാബാക്കളെ പിന്തുടർന്ന് പോയാൽ കണ്ടെങ്കിൽ നിങ്ങൾ സന്മാർഗത്തിൽ എത്തുന്നത് എന്നുള്ളത്. അപ്പൊ ഈ പല കാലത്ത് കപ്പലിലൊക്കെ യാത്ര ചെയ്തങ്ങ അങ്ങനെ ദിക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നക്ഷത്രങ്ങളെ നോക്കിയിട്ടായിട്ട് കറക്കെത്തിയുന്നത്. അപ്പൊ ഏത് നന്റെ സ്വഹാബാക്കൾ നക്ഷത്ര തുല്യറാണ്. അങ്ങനെ ഏത് സ്വഹാബാക്കൾ പിന്തുടർന്ന് പോയാൽ കണ്ടെങ്കിലും അവൻ യഥാർത്ഥ ദീനിൽ തന്നെയായിട്ടിക്കട് എന്നുള്ളത്. അപ്പോൾ എല്ലാ സ്വഹാബാക്കളും വലിയ സ്ഥാനത്തിലായിട്ടിക്കട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു ഹദീസിൽ ചൊന്നതായി കാണാം, നിങ്ങൾ ബംഗാർ ഗുഡ്ഡമേ വലിയൊരു റാശി ബംഗാർ തന്നെ നിങ്ങൾ ചെലവാക്കിയെങ്കിലും എൻ്റെ സഹാബാക്കൾ ഇത്ര ഒരു മുദ്ദ് ആഹാര സദക്കയാക്കിയതൊക്കെ സമാനാവല. ഒരിക്കലും അങ്ങനെ സ്ഥാനത്ത് എത്തുകയില്ല. അപ്പൊ സ്വഹാബാക്കൾ ചൊന്നത് അള്ളാഹു റബ്ബു സുബ്ഹാനഹു വ തആല വലിയ പദവിയായിട്ട് കൊടുത്തത്, വലിയ ഉന്നത സ്ഥാനമായിട്ട് അള്ളാഹു കൊടുത്തത്. ഇങ്ങനെ ഒരാളും ഒരു ഇബാദത്ത് ചെയ്തിട്ടും ആ സ്ഥാനത്ത് എത്തുക ഒരാളും സാധ്യമാവില്ല. എത്ര വലിയ ആളെങ്കിലും സ്വഹാബാക്കളെ സ്ഥാനത്ത് എത്തുകയാവില്ല. ആ സ്വഹാബാക്കളെ ലാസ്റ്റ് തട്ടിലിക്കിടാളുമാർ വരെ എത്രയോ, അതായത് അങ്ങനെ സ്ഥാനത്ത് വരെ എത്തുക ഒരാളും സാധ്യമല്ല. അത് അള്ളാഹു കൊടുത്ത പദവിയായിട്ട്. കാരണം അങ്ങനെ നബിത്തങ്ങളെ നേരിട്ട് കണ്ടങ്ങ, നേരിട്ട് ഇസ്ലാം സ്വീകരിച്ചങ്ങ, പച്ചയായി തന്നെ നബിത്തങ്ങളിൽ നിന്ന് പരിശുദ്ധ ഖുർആൻ കാതുകൊണ്ട് കേട്ടങ്ങ. അപ്പൊ ആ നബിത്തങ്ങളെ കണ്ടങ്ങായിട്ടിക്കരുത്. അങ്ങനെ സ്ഥാനത്ത് എത്തുകയും ഒരാളെ കൊണ്ടും ഒരിക്കലും സാധ്യമല്ല. അപ്പൊ ആ കൂട്ടത്തിൽ നബിയുടെ സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ നുഖാലാൻ ചെന്നിട്ടില്ല ഒന്നും. അങ്ങനെ നല്ല നല്ല ആൾമാരായിട്ടിക്കരുത് എന്ന് മഹാനായ ആയിദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നല്ല ഉത്തരായിട്ടിക്കരുത് ഈ ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് കൊടുക്കണേ. റവാഹു മുസ്ലിം. അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല ആ നബിയുടെ സ്വഹാബാക്കളെ സ്നേഹിച്ച് അങ്ങനെ പിന്തുടർന്ന് സജ്ജനങ്ങളിൽ ഞങ്ങൾ പെടുത്തട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ഹദീസ് പിന്നത്തെ ക്ലാസ്സിൽ കാതു കൊടുക്കാം. മറ്റെല്ലാം എത്തിച്ചു കൊടുക്കുക. അള്ളാഹു സജ്ജനങ്ങളിലും ആ സ്വഹാബാക്കളെ പിൻപറ്റങ്ങളിൽ ഞങ്ങൾ അള്ളാഹു പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.